മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഗുജറാത്ത് സെൻട്രൽ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ നോമ്പ് ധ്യാനം 50 നോമ്പിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഇപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നു. ഒന്നാം ദിനമായ ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. ജോയൽ ചാപ്റ്റർ 2 വേഴ്സ് 12 and 13. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്കു തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്കു തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. നോമ്പുകാലം ചിലതിനെ വിട്ടുകളയാൻ മാത്രമുള്ള കാലമല്ല, എന്നാൽ പലതിനെയും തിരികെ പിടിക്കുവാനും ദൈവസ്നേഹത്തോട് തിരികെ അടുക്കുവാനും സ്നേഹഭവനത്തിലേക്ക് തിരികെ നടക്കുവാനുമുള്ള സമയമാണ്. അങ്ങനെയുള്ള ഒരു തിരികെ മടങ്ങിവരവിനുള്ള കാത്തിരിപ്പിലാണ് നമ്മുടെ ദൈവം. അതിനാൽ ദൈവം യോവേൽ പ്രവാചകനിലൂടെ പറയുന്നു, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്കു തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവീൻ. വസ്ത്രങ്ങളെക്കാൾ ഹൃദയങ്ങളെ കീറുന്നവരായാൽ മാത്രമേ ഈ മടങ്ങിവരവ് സാധ്യമാകുകയുള്ളൂ എന്ന് വേദഭാഗം വ്യക്തമാക്കുന്നു. യോവേൽ പ്രവാചകന്റെ കാലത്ത് വസ്ത്രം കീറി തങ്ങളുടെ വേദനയും ദുഃഖവും ആളുകൾ പ്രകടിപ്പിക്കുമായിരുന്നു. എന്നാൽ ദൈവം അന്വേഷിക്കുന്നത് പുറമേയുള്ള പ്രകടനങ്ങളല്ല, അകമേയുള്ള മാറ്റങ്ങളാണ്. പുറമേ ആരാധനയിൽ മുടങ്ങാതെ സംബന്ധിക്കുന്നവരും ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും എല്ലാമായിരുന്നാലും ഹൃദയം ജീർണാവസ്ഥയിലെങ്കിൽ നാമും വെള്ള തേച്ച ശവക്കല്ലറകളാണ്. ഈ ജീർണാവസ്ഥ ദൈവത്തിൽ നിന്നും അവൻ്റെ ഭവനത്തിൽ നിന്നും നമ്മെ ദൂരത്താക്കുന്നു. നമ്മുടെ ഹൃദയം ജീർണാവസ്ഥയിലാണോ? ചില കീറലുകൾ ഉണ്ടെങ്കിലേ ചില നന്മകൾ ഹൃദയത്തിൽ പ്രവേശിക്കുവാനും ഹൃദയത്തിലെ ചില ജീർണതകൾക്കും അഹന്തകൾക്കും പുറത്തു പോകുവാനും ഇടയാകുകയുള്ളൂ. ഹൃദയത്തിൽ ഈ തുറവി ലഭിച്ചെങ്കിൽ മാത്രമേ ചാരത്തു ചെല്ലുന്ന അരികുകളിലേക്ക് ദൂരത്തുപോയ അകലങ്ങളിൽ നിന്നും മടങ്ങി വരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തിരികെ മടങ്ങുവാൻ നമുക്കുള്ള ഏറ്റവും വലിയ ധൈര്യം ദൈവ സ്വഭാവമാണ്. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. മടങ്ങി വരുന്നവരെ ശിക്ഷയുടെ തടവറയിലാക്കുവാനല്ല, രക്ഷയുടെ മണിയറയിൽ സ്വീകരിക്കുവാൻ മണവാളൻ കാത്തിരിക്കുകയാണ്. ഹൃദയം കീറിയുള്ള രൂപാന്തരങ്ങൾ പ്രതീക്ഷിച്ച് ഹൃദയവേദനയോടെ പിതാവ് അത്താഴവുമായി കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിനുള്ള സമ്മാനം അനുതാപം നിറഞ്ഞ ഹൃദയത്തിലേക്കും പിതാവിലേക്കും ആ സ്നേഹഭവനത്തിലേക്കുമുള്ള മടങ്ങിപ്പോക്കാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പുകാലം ഒരു മടങ്ങിവരവിൻ്റെ യാത്രയാക്കുവാനും പുറം ഭക്തിയിൽ തൃപ്തരാകാതെ ഉള്ളങ്ങളെ പരിശോധിക്കുന്നവരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ക്ഷമയുടെ സന്തോഷവും രക്ഷയുടെ ആനന്ദവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.